ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തതാണ്. എങ്കിൽ കൂടി നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരാറായി. അപ്പോൾ അതിൻ്റെ ഒരു റിവിഷൻ എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ടോപ്പിക്സ്, എക്സാമിന് ചോദിച്ചു വരാറുള്ള ഏതൊക്കെ ടോപ്പിക്സാണ്, ഓരോ മോഡ്യൂൾ വൈസുള്ള ടോപ്പിക്സിനെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്സും ഇതിൽ പറയുന്ന എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വേരിയസ് കൺസ്ട്രക്ഷൻ എലമെൻറ്റ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെ കുറിച്ച്, ഡിഫറെൻറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫങ്ഷൻ ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി നടത്തുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ. പിന്നെ ലാസ്റ്റ് വൺ, ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഓരോ ഓർഗനൈസേഷനിൽ വരുന്ന മാനേജ്മെൻറ്റ് രീതികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പ്രീവിയസ് എക്സാംസിനും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. വേരിയസ് ആയിട്ട് ഒരുപാട് ഡെഫിനിഷൻ വരുന്നുണ്ട് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിന്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയണം. എന്താ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു നോക്കുകയാണെങ്കിലും അതിനെല്ലാം ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലേ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ വർക്കിംഗ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിന് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ടാവും അല്ലേ. ആ ഫങ്ഷൻസിന് അനുസരിച്ചായിരിക്കും ഓരോ സ്റ്റാഫ്സും വർക്ക് ചെയ്യുന്നത്, അതുപോലെ ടോട്ടൽ വർക്കിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതുവഴി എന്താണ്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിനെ, ഡ്യൂട്ടീസിനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ബാങ്കിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടി ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ആവശ്യമാണല്ലേ. ആ കംപ്ലീറ്റ് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഹോൾ ബാങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ആവശ്യമാണല്ലേ. അതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് എന്നതിൽ പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് അറേഞ്ചിങ് വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് എ കോമൺ ഗോൾ. അതായത് ഒരു ഗോള് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗോൾ എന്ന് പറഞ്ഞാൽ മീൻസ് പ്രൊജക്റ്റോ എന്തും ആവാം, അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഈ ഒരു രീതിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്? അപ്പോൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിനെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി മാനേജ്മെൻറ്റ് ഇൻ വിച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് വർക്ക് ടുഗദർ ടു എക്സിക്യൂട്ട് ദ പ്രൊജക്ട് എക്കോണമിക്കലി without affecting the quality in well planned and organized manner. അപ്പോൾ നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ ടൈപ്സ് വരുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതർ ബിൽഡിങ്സ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ്, ഇൻഡസ്ട്രിയൽ സ്ട്രക്ചേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വാട്ടർ വേസ്റ്റ് പ്രൊജക്റ്റ്, ഇങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് വരുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേകം ഗോൾസ് ഉണ്ടാവും അല്ലേ. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അത് യൂസ്ഫുള്ളായിട്ട് മാറണം. അതാണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ വർക്ക് ചെയ്യുക.
ആ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ക്വാളിറ്റി, ആ വർക്കിൻ്റെ ടോട്ടൽ ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്യുക. അതുപോലെ തന്നെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മളൊരു ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു വെൽ പ്ലാൻഡ് ആയിരിക്കണം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ വരുന്ന ഡിഫറെൻറ്റ് എലമെൻസിനെ കുറിച്ചാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും 2 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എലമെൻ്റാണ് മെറ്റീരിയൽ. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ മെറ്റീരിയൽ റിസോഴ്സസ് റിക്വയർഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലേ? അത് നമുക്ക് റിക്വയർഡ് ആയിട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ റിസോഴ്സ് എന്ന്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, സ്റ്റോൺസൊക്കെ ലഭിക്കുന്നത് പാരൻ്റ് റോക്കിൽ നിന്നാണല്ലേ? അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് റിസോഴ്സ് അവൈലബിൾ ആയിരിക്കണം. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റോൺസ്, ബ്രിക്സ്, സിമെൻറ്റ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, പെട്രോള്, ലൂബ്രിക്കേറ്റ്, ഷട്ടറിങ്സ് എക്സെട്ര. നെക്സ്റ്റ് എലമെൻ്റ് ആണ് മാൻ പവർ. മാൻ പവർ ഈസ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ദ ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ പേഴ്സൺസ് ആൻഡ് ഓൾസോ ദ വർക്ക് ഫോഴ്സ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് മാത്രം പോരാ, അവിടെ മാൻ പവറും കൂടി ആവശ്യമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. എക്സാമ്പിളായിട്ട് ടെക്നോക്രാഫ്റ്റ്, ടെക്നീഷ്യൻസ്, ലേബേഴ്സ്, കോർഡിനേറ്റിംഗ് പേഴ്സൺസ്, മാനേജീരിയൽ പേഴ്സൺസ്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വർക്ക് ഫുള്ളി ഫങ്ഷണലായിട്ട് നടക്കുകയുള്ളൂ. നെക്സ്റ്റ് എലമെൻ്റ് ഈസ് മെഷീനറി ആൻഡ് പവർ. Machinery includes all the plants and equipment that are required for the completion of project. ചില കേസസിൽ മാൻ പവർ മാത്രം മതിയായി എന്ന് വരില്ല. അതിൻ്റെ എക്സ്ട്രാ നമ്മളെന്താ മെഷീനറീസും കൂടി അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ചില എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്കവേറ്റേഴ്സ്, ലോഡേഴ്സ്, ടിപ്പേഴ്സ്, ജനറേറ്റേഴ്സ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. The last 2 elements are money and space. Smooth cash inflow and outflow has to be ensured for timely completion of the project. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ക്യാഷ് ഇല്ലെങ്കിൽ എന്താ പ്രൊജക്റ്റ് നടക്കില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ടൈം പീരിയഡിലും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സമയത്ത് ക്യാഷിൻ്റെ ഫ്ലോ നടന്നിട്ടില്ലെങ്കിൽ ആ വർക്ക് അവിടെ നിൽക്കും. പിന്നെ അതിൽ പറഞ്ഞ സമയത്ത് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മണി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റും കൂടിയാണ്. നെക്സ്റ്റ് വണ്ണാണ് സ്പേസ്. അഡിക്വേറ്റ് സ്പേസ് മസ്റ്റ് ബി അവൈലബിൾ ഫോർ വേരിയസ് പ്രോസസ് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ പ്രൊജക്ട് സച്ച് എസ് സ്റ്റോറിംഗ് മെറ്റീരിയൽ, യാർഡ്സ്, വർക്ക്ഷോപ്സ്, സൈറ്റ് ഓഫീസ്, ലേബർ ക്യാമ്പ്സ് എക്സെട്ര. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനൊരു സ്ഥലം വേണം അല്ലേ? ഫസ്റ്റ് അപ്പോൾ നമുക്കൊരു സൈറ്റ് സെലക്ഷനൊക്കെ വേണം, നമുക്കൊരു സ്പേസ് അവൈലബിൾ ആയിരിക്കണം. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ലേബേഴ്സിന് വേണ്ടിയുള്ള സ്പേസ്, അതുപോലെ തന്നെ സ്റ്റോറിങ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ്, പിന്നെ കാസ്റ്റിംഗ് യാർഡ്സൊക്കെ ചിലപ്പോൾ വേണ്ടി വരും, വർക്ക്ഷോപ്പ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്താണ് ആ വർക്ക് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ അല്ലേ? ഇല്ലെങ്കിൽ എന്താണ് ആ വർക്കിൻ്റെ ഷെഡ്യൂളിങ്ങിനെ അത് ബാധിക്കും. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫങ്ഷൻസ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് ഷെഡ്യൂളിംഗ്, തേർഡ് ഓർഗനൈസിങ്, ഫോർത്ത് സ്റ്റാഫിംഗ്, ഫിഫ്ത്ത് ഡയറക്റ്റിംഗ്, സിക്സ്ത്ത് കൺട്രോളിംഗ്, സെവൻത്ത് കോർഡിനേറ്റിംഗ്. ഇത്രയും ഫങ്ഷനിങ് സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു ഫുൾഫിൽമെൻറ്റിൽ എത്തുന്നത്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിൽ എത്തുന്നത്.
അപ്പോൾ ഇത് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്ലാനിങ്ങിൽ വരുന്നത് വാട്ട് ടു ഡു, ഹൗ ടു ഡു, അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ആൻസറാണ് നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ ലഭിക്കുന്നത്. വാട്ട് ടു ഡു എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, ഹൗ ടു ഡു എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം. അപ്പോൾ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ. ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൈറ്റ് ക്ലിയറൻസ്, പേപ്പർ വർക്ക്, വേരിയസ് ആക്ടിവിറ്റീസ്, ഇങ്ങനെ വരുന്ന വേരിയസ് ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ പ്ലാനിങ് സ്റ്റേജിൽ ഡ്യൂറിങ് പ്ലാനിങ് സ്റ്റേജ് പ്രൊജക്റ്റ് ഈസ് റിക്വയർഡ് ടു സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു ഡിഫൈനബിൾ വർക്ക് ഇൻ ടേം ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ്. അതായത് റിസോഴ്സസിൻ്റെയും ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്യാം. ഇറ്റ് കവേഴ്സ് ദ ഒബ്ജക്റ്റ് ആസ്പെക്ട്സ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. നേരത്തെ പറഞ്ഞു 2 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഈ പ്ലാനിങ് സ്റ്റേജിൽ വരുന്നത്, വാട്ട് ടു ഡു, ഹൗ ടു ഡു. പ്ലാനിങ് ക്യാൻ ഡിറ്റർമൈൻഡ് ആസ് പ്രീഡിറ്റർമൈനിങ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി ഒബ്റ്റെയിൻഡ് ഡിസൈഡ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിനെ കുറിച്ചൊരു മുൻധാരണ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ പ്രീഡിറ്റർമൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, if also involves the formulation after native plans and choose the best suitable one. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്ലാനിങ് ചെയ്യും അല്ലേ. പ്ലാനിങ്ങിൽ ഡിസൈനിങ് വർക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്നുള്ള സ്റ്റേജിലേക്ക് പോവുള്ളൂ, കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്നുള്ള സ്റ്റേജിലേക്ക് പോവുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്റ്റേജാണ് ഷെഡ്യൂളിങ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എക്സാം ഷെഡ്യൂൾ, വർക്ക് ഷെഡ്യൂൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എത്ര സമയം കൊണ്ട് ചെയ്യണം എന്നതിനൊന്ന് ഷെഡ്യൂളാക്കി പറയും അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടോട്ടൽ ടൈമിങ്ങിനെ പറയുന്ന പേരാണ് ഷെഡ്യൂൾ. ഒരു വർക്ക്, ഇപ്പോൾ ഏതൊരു ഐറ്റം ഓഫ് വർക്ക് ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇറ്റ് ഈസ് ദ അറേഞ്ചിങ് ഓഫ് വർക്ക് പ്ലാൻ ഇൻ ദി സീക്വൻസ് ഓഫ് ടൈം. ഇവിടെ ഒരു സീക്വൻസ് ഓഫ് ടൈമിലാണ് നമ്മൾ ഷെഡ്യൂളിങ് ചെയ്യുന്നത്. അതായത് ഒരു വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഡെഫിനിറ്റായിട്ട് ഒരു ഓർഡർ ചെയ്തിരിക്കും. ഇതൊക്കെ ഈ ഷെഡ്യൂളിംഗ് സ്റ്റേജിലാണ് വരുന്നത്, ടൈം സെറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷോ ദ ഡ്യൂറേഷൻ ആൻഡ് ഓർഡർ ഓഫ് വേരിയസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയുടെയും ടൈം സെറ്റ് ചെയ്തിരിക്കും. ആ ഡെഫിനിറ്റ് ടൈമിനുള്ളിൽ തീരണം എന്നുള്ള ഒരു ടൈം അറേഞ്ച്മെൻ്റ് അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഓർഗനൈസിങ്. അറേഞ്ചിങ് ടാസ്ക് ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ വർക്ക് വൺ ഓഫ് ദ സിസ്റ്റം ക്രിയേറ്റ്. അതായത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേ ക്രിയേറ്റ് ചെയ്യുക. അതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്കൊരു സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, എവിടെയും വർക്ക് നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ കേസ്. നമ്മൾ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസിങ് മാനറിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അതിന് മെയിനായിട്ടൊരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും. അതിന് താഴെ പ്രിൻസിപ്പൽ ഉണ്ടാവും. അതിന് താഴെ HODമാരുണ്ടാവും. അതിൻ്റെ താഴെ ഒരുപാട് ലെക്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ഓഫീസ് വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ടാവും, ക്ലർക്ക്, പ്യൂണ്, അങ്ങനെ ഒരുപാട് സ്റ്റാഫ് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇവരെല്ലാം ചേർന്നതാണ് ഒരു എൻ്റയർ കോളേജ് എന്ന് പറയുന്നത് അല്ലേ. ഇവരെ ഏതെങ്കിലും ഒരാൾ അഭാവം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നമുക്ക് കോളേജ് വർക്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഓർഗനൈസിങ് ചെയ്തിരിക്കണം. എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളെയും ഓർഗനൈസ് ചെയ്തിരിക്കണം. ഇതിലെ എല്ലാ എലമെൻസിനെയും ഒരുമിപ്പിക്കുന്നത് ഓർഗനൈസേഷനിലൂടെയാണ്. ഇറ്റ് ഹെൽപ്പ് ടു അഡ്വൈസ് ദ കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ ടു മാനേജബിൾ ഡിപ്പാർട്ട്മെൻറ്റ് സെക്ഷൻസ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ എലമെൻ്റാണ്. എന്താണ്?
റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്റ്റാഫ്സ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ലേബേഴ്സിനെ, ടെക്നോക്രാഫ്റ്റിനെ, ടെക്നീഷ്യൻസിനെ ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്യാം ആ വർക്കിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ പ്രൊജക്റ്റ് വർക്ക് ആൻഡ് പ്ലേസിങ് സ്യൂട്ടബിൾ പേഴ്സൺസ് അറ്റ് ദി അപ്രോപ്രിയേറ്റ് പൊസിഷൻസ്. അതായത് ഓരോ മേഖലയ്ക്ക് വേണ്ട ആൾക്കാരെയും നമ്മൾ ആ പൊസിഷനിലേക്ക് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ദെയർ അസസ്മെൻറ്റ് ആർ പാർട്ട് ഓഫ് സ്റ്റാഫിങ്. അപ്പോൾ ഇവർക്ക് റിക്രൂട്ട്മെൻറ്റ് മാത്രം പോരാ, റിക്രൂട്ട്മെൻറ്റ് ചെയ്തെടുത്തു, അത് കഴിഞ്ഞ് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കൂടി കൊടുക്കണം. എന്നാലേ നമുക്ക് ഒരു സ്മൂത്ത് കംപ്ലീഷൻ പോസിബിൾ ആവുള്ളൂ അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഫിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് ഡയറക്റ്റിംഗ്. അപ്പം നമ്മൾ ഡയറക്ടേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഫിലിം ഡയറക്ടർ, മാർക്കറ്റിംഗ് ഡയറക്ടർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് പ്രൊജക്ട് ലീഡർ ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു സബോർഡിനേറ്റ്, സൂപ്പർവൈസ് ദെയർ വർക്ക് ആൻഡ് കറസ്പോണ്ട് ടു റിപ്പോർട്ട് വെൻ ദേ ഗീവ് ആസ് ഫീഡ്ബാക്ക്. അതായത് അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. വർക്കേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സബോർഡിനേറ്റ്സ് കുറേ ഉണ്ടാവും അല്ലേ, ഒരു ഡയറക്ടറുടെ കീഴിൽ കുറേ സബോർഡിനേറ്റ്സ് ഉണ്ടാവും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ അവരെ കയ്യിൽ നിന്ന് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ഡയറക്ടറുടെ ഡ്യൂട്ടി. ഇപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കംപ്ലീറ്റ് വർക്കിനെ ഡയറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഈസ് ദ മോണിറ്ററിംഗ്, ഇൻഫ്ലുവൻസിങ് ആൻഡ് ഡയറക്റ്റിംഗ് ദ പ്രൊജക്റ്റ്. വർക്കിനെ കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക, അതാണ് കൺട്രോളിംഗ് സ്റ്റേജിൽ വരുന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോഗ്രസ് സ്റ്റഡി. പ്രോഗ്രസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, വർക്കിൻ്റെ പ്രോഗ്രസ് എങ്ങനെ പോകുന്നു അതിൻ്റെ ബേസിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഷെഡ്യൂളിങ്ങിൽ നിന്നോ സ്പെസിഫിക്കേഷനിൽ നിന്നോ എക്കോണമിയിലോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക. തേർഡ്, റെക്ടിഫൈ ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ആർ ടേക്കൺ. നമുക്കെന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നതിൽ വല്ല പോരായ്മയും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. ഇതൊക്കെയാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിൽ വരുന്നത്. ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അതായത് സബോർഡിനേറ്റ്സും ഹയർ പൊസിഷനിലുള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും നമ്മൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻഷുർ പ്രൊഡക്ടിവിറ്റി. നമുക്ക് എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുക. ഈ ഒരു 7 ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പ്രീവിയസ് ഇയറിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 8 മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫങ്ഷൻസ് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. പിന്നെ പ്ലാനിങ്ങും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ പ്ലാനിങ് എന്താണെന്ന് അറിയണം, ഷെഡ്യൂളിങ് എന്താണെന്ന് അറിയണം. അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈ മോഡ്യൂളിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്. അപ്പോൾ വേരിയസ് സ്റ്റേജസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, ബ്രീഫിംഗ് സ്റ്റേജ്. ബ്രീഫിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തിയെടുക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ബ്രീഫിംഗ് സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഡിസൈനിങ് സ്റ്റേജ്. ഡിസൈനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സൈറ്റൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടാണ് ഒരു ഡിസൈനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ, ആ സ്റ്റേജസ്, ആ ഒരു സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈനിങ് എന്നുള്ള സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റേജാണ് ടെൻഡറിങ് സ്റ്റേജ്. ഡിസൈനിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ടെൻഡറിങ് സ്റ്റേജ്. നമ്മൾ ടെൻഡർ നോട്ടീസൊക്കെ അഡ്വർടൈസ് ചെയ്യും അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
അപ്പോൾ ഒരുപാട് കോൺട്രാക്റ്റേഴ്സൊക്കെ ടെൻഡർ അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് ഒരു ടെൻഡറാണ് നമ്മൾ എടുക്കുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അതെന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും? പ്രീവിയസ് ക്വാളിഫിക്കേഷൻ, ആ ഒരു കോൺട്രാക്ടറുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷൻ നോക്കും. അതുപോലെ തന്നെ അവരെ ഏറ്റവും ചെറിയ റേറ്റിലാണോ കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ കോട്ട് ചെയ്തതെന്ന് നോക്കും. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 4th സ്റ്റേജാണ് കൺസ്ട്രക്ഷൻ സ്റ്റേജ്. കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്ടറൊക്കെ സെലക്ട് ചെയ്തു, ആ കോൺട്രാക്ടർ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ, അയാൾ ആ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജാണ് കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് വേർ ദ മേജർ പോർഷൻ ഓഫ് ദ മണി ഈസ് ഇൻവെസ്റ്റഡ്. ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. എ ലോട്ട് ഓഫ് ഇഷ്യൂ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആർ ഇൻവോൾവ്ഡ് ഡ്യൂറിങ് ദിസ് ഫേസ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് കോൺട്രാക്ടേഴ്സിനും എൻജിനീയേഴ്സിനൊക്കെ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ഒരു സ്റ്റേജ് കൂടിയാണ് കൺസ്ട്രക്ഷൻ സ്റ്റേജ്. The last stage is commissioning stage. Commissioning stage aim of the phase to check that whether the project has been carried out according to the contract document. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്താൽ ഒരു കോൺട്രാക്ട് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എഗ്രിമെൻ്റ് ആണ്. അതൊരു എഗ്രിമെൻ്റ് ആണ്, കോൺട്രാക്ടറും ഓണറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അതിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചായിരിക്കും കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷനിങ് സ്റ്റേജാണ് ആ ഒരു പോരായ്മകളൊക്കെ പരിഹരിക്കുന്നത്. ചെക്ക് ഈഫ് ഈച്ച് കമ്പോണൻറ്റ് ഈസ് ഫങ്ഷനിങ് അക്കോർഡിംഗ് ടു ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. അതിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെക്ക് ചെയ്യും, കറക്റ്റ് സ്പെസിഫിക്കേഷനിലല്ലേ വർക്ക് നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ കറക്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഡ്യൂറേഷൻ കറക്റ്റാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിൽ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ടിനെ കുറിച്ചും പ്രൊജക്ട് റിപ്പോർട്ടിനെ കുറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫീസിബിലിറ്റി സ്റ്റഡീസ് ആർ പ്രൈമർലി സ്റ്റഡീസ് അണ്ടർടേക്കൺ ഇൻ വെരി ഏർലി സ്റ്റേജ് ഓഫ് എ പ്രൊജക്റ്റ്. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റഡി റിപ്പോർട്ടാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇമ്പോർട്ടൻസ് ഓഫ് ആ പ്രൊജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു റിപ്പോർട്ടിൽ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് വെദർ ദ പ്രൊജക്റ്റ് ഈസ് വയബിൾ, ഹെൽപ്പ് ഐഡൻറ്റിഫൈ ഫീസിബിൾ ഓപ്ഷൻസ്, അസിസ്റ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അതർ പ്രൊജക്ട് ഡോക്യുമെൻറ്റേഷൻ. നമ്മൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനം സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് പ്രൊജക്ട് റിപ്പോർട്ട്. അതിലൊരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഹിസ്റ്ററി ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഓഫ് വർക്ക്, നെസസിറ്റി ഓഫ് ദ പ്രൊപ്പോസ്ഡ് വർക്ക് ഗിവിംഗ് ദ റീസൺസ്, ടോപ്പോഗ്രഫി ആൻഡ് സോയിൽ കണ്ടീഷൻസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് ലൊക്കേഷൻ, കോസ്റ്റ് ആൻഡ് റിട്ടേൺസ് എക്സ്പെക്റ്റഡ്, സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ദ വർക്ക്, അവൈലബിലിറ്റി, കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ സോഴ്സസ്. ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇതിനും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് PWD ആൻഡ് ദെയർ ഡ്യൂട്ടീസ്. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന, എല്ലാ ഇയറിലും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ എന്താണ് ഓരോ ഡെഫിനിറ്റ് ആയിട്ടുള്ള പൊസിഷനെ കുറിച്ചും ഡ്യൂട്ടീസിനെ കുറിച്ചും എഴുതാൻ പറയും. ഇതാണ് സാധാരണ ചോദിച്ചു വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെക്കുക, അതുപോലെ തന്നെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ PWDയിൽ വരുന്ന ഈ ഓരോ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ പേഴ്സൺസിൻ്റെയും പൊസിഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചീഫ് എഞ്ചിനീയർ, പിന്നെ അതിന് താഴെ സബോർഡിനേറ്റ് ആയി വരുന്നത് സൂപ്രണ്ടൻഡിങ് എഞ്ചിനീയർ, അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതിൻ്റെ താഴെ വരുന്ന സബോർഡിനേറ്റ് ആണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഓവർസിയർ. ഇതിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ ഞാൻ ക്ലാസ്സിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഈ മോഡ്യൂളിൽ വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടൂൾസ്. അപ്പോൾ ഞാൻ ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് മുന്നേ പറഞ്ഞു അല്ലേ, എന്താണ് ഷെഡ്യൂളിംഗ് എന്ന് ഒന്നുകൂടിയും പറയാം. ഷെഡ്യൂളിംഗ് ഈസ് ദ ഫിറ്റിംഗ് വർക്ക് പ്ലാൻ ടു ടൈം സ്കെയിൽ. അതായത്
ടൈം സ്കെയിലൊന്ന് അറേഞ്ച് ചെയ്യുക. നമ്മളെ വർക്ക്സിനെ മൊത്തത്തിലൊന്ന് ടൈം സ്കെയിലിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കുറച്ച് ഷെഡ്യൂളിംഗ് ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ബാർ ചാർട്ട് ഓർ ഗാൻറ്റ് ചാർട്ട്. സെക്കൻഡ് മോഡിഫൈഡ് ഗാൻറ്റ് ചാർട്ട്. തേർഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഫോർത്ത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഈ 4 മാനേജ്മെൻറ്റ് ടൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബാർ ചാർട്ട്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊജക്ട് ഇൻ വിച്ച് ആക്ടിവിറ്റീസ് ആർ ഷോൺ ഓൺ റിയൽ ടൈം സ്കെയിൽ. Activities are shown as horizontal bars on horizontal time scale where the start and location bars coincide with the start and finish of duties of activities. അതായത് ഇവിടെ വരുന്നത് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മളെ ടോട്ടൽ ഐറ്റം ഓഫ് വർക്കിനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ടോപ്പ് മോസ്റ്റ് നിന്ന് താഴേക്കാണ് നമ്മൾ ബാർ ചാർട്ടിൽ ഗാൻറ്റ് ചാർട്ടിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ ഹൊറിസോണ്ടൽ ലൈനിലും അതുപോലെ തന്നെ ഐറ്റം ഓഫ് വർക്ക് വെർട്ടിക്കൽ ലൈനിലുമാണ് ഉണ്ടാവുക. ഇതിനെ പറയുന്ന പേരാണ് ഒരു ഗാൻറ്റ് ചാർട്ട് അല്ലെങ്കിൽ ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഈ ബാർ ചാർട്ടിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എക്സാമിന് ചോദിച്ചു വരുന്നതാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈസി ടു പ്രിപ്പയർ ആൻഡ് ഇൻ്റർപ്രറ്റ്. ഈച്ച് ഐറ്റം ഓഫ് വർക്ക് is shown separately. Modification can be carried out easily if required. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡ് കൂടിയാണ്. നമുക്ക് ഷെഡ്യൂളിംഗ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണ്. അതുപോലെ നമുക്ക് ഓരോ വർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ ഷെഡ്യൂളിംഗ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാം. ഇതിൽ ഫർദർ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ക്രിട്ടിക്കൽ പാത്ത് ഈസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി ബിറ്റ്വീൻ എ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ദാറ്റ് ടേക്സ് ദ ലോങ്ങസ്റ്റ് ടൈം ടു കംപ്ലീറ്റ്. അതായത് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ഏറ്റവും നീളമേറിയ ടൈമിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നമ്മൾ കുറച്ച് ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ആക്ടിവിറ്റി, ഇവൻറ്റ്, ഡമ്മി ആക്ടിവിറ്റി, പാത്ത്, ക്രിട്ടിക്കൽ പാത്ത്, ഫോർവേഡ് പാസ്, ബാക്ക്വേഡ് പാസ്, ഫ്ലോട്ട്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡെഫിനിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡമ്മി ആക്ടിവിറ്റീസിനെ കുറിച്ചാണ്. എന്താണ് ഡമ്മി ആക്ടിവിറ്റി എന്ന്? അപ്പോൾ ഓരോ ടെർമിനോളജീസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. നമുക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിനെ കുറിച്ചും ഇവൻറ്റിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ CPM-ഉം PERT-ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചാർട്ടാണ് തന്നിട്ടുള്ളത്. ഇതിലെ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു മോഡ്യൂളിൽ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് പ്രോബ്ലംസ്. അപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണെന്നറിയാം? EST, EFT, LST, LFT, ഫ്ലോട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ കൂടുതൽ നേരം സമയമെടുത്ത് പറഞ്ഞു തന്ന ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ഇനി കടക്കുന്നില്ല. ഈ ഒരു മോഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ടോപ്പിക്കാണ് പ്രൊജക്റ്റ് ക്രാഷിംഗ്, റിസോഴ്സ് സ്മൂത്തിങ്, റിസോഴ്സ് ലെവലിംഗ്. എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? പ്രൊജക്റ്റ് ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഷോർട്ടനിങ് ദ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ബൈ റെഡ്യൂസിങ് ദ ടൈം ഓഫ് വൺ ഓർ മോർ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ടു ലെസ് ദാൻ ദെയർ നോർമൽ ടൈം. അതായത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ടൈം എടുക്കുന്നുണ്ട്, അത് ക്രാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷോർട്ടൻ ചെയ്യുക. അപ്പോൾ 1 or 2 ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അധികം കൊടുത്ത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്റ്റ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിസോഴ്സ് സ്മൂത്തിങ്.
It is a time-limited scheduling technique in which the resource conflict are removed without delaying the total project duration. Some activities may be shifted by their available flows. അതായത് ഇവിടെ ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യാണ്. എന്താണ്, കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഡിലേ ആവാത്ത രീതിയിൽ ആ പ്രൊജക്റ്റ് ഡ്യൂറേഷനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. അതിനെയാണ് റിസോഴ്സ് സ്മൂത്തനിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് റിസോഴ്സ് ലെവലിംഗ്. ഇറ്റ് ഈസ് ദ റിസോഴ്സ് ലിമിറ്റഡ് ഷെഡ്യൂളിംഗ് ടെക്നിക് ഇൻ വിച്ച് the peak demand of resources is always kept below the available limit resources by extending the project duration. ഇത്രയുമൊക്കെയാണ് ഈ മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ഇതിന് പുറമെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്യൂഷൻ ബിറ്റ്വീൻ AS ആൻഡ് TS, ഇതിൻ്റെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന ടോപ്പിക്സിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇതിലിപ്പോൾ പോയിൻ്റ് വൈസ് കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നോട്ട്സിൽ കൂടുതലായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പഠിക്കുക. കുറേ ടൈംസൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്.